ഞങ്ങൾ ഒരു 22 വർഷത്തോളം ദുബായിലുണ്ടായിരുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് ഈ പ്രവാസം റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളെല്ലാം അവിടെയുള്ള അറബികളുടെ ലൈഫ് സ്റ്റൈല് അതൊക്കെ കുറേയൊക്കെ ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് മാത്രം എടുത്ത ഒരു സബ്ജക്റ്റാണ് സലാമ എന്ന് പറയുന്ന യൂട്യൂബർ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. അതായത് കണ്ടന്റ് ക്രിയേറ്റർ അവരുടെ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് ഇന്ന് ഞങ്ങളുടെ ചർച്ചാ വിഷയം. ആക്ച്വലി ഈ വിഷയം എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ, നിങ്ങൾക്ക് സലാമ ആരെന്ന് മനസ്സിലാക്കണമെങ്കിൽ സലാമ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. യൂട്യൂബിൽ തന്നെ ഇവരുടെ ഒരുപാട് കണ്ടന്റ് കിടപ്പുണ്ട്. മെയിനായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ചെറിയ ഒരു നർമ്മത്തോടു കൂടി അവർ അവതരിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഇല്ല, അത് അങ്ങനെയല്ലേ? അവര് ബേസ് ആസ് എൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു ഡെയിലി ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് എന്റർടൈനിങ് ആണ് എങ്കിൽ പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ വൈഫിനെ ഒരുപാട് ഇകഴ്ത്തി കൊണ്ടുള്ള കളികളുണ്ട്. അത് ചിലർക്കതൊരു സന്തോഷം കൊടുക്കുന്നതാണ്. പാർട്ട്ണറെ ഒരു കളിയാക്കല്, അത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്? അത് ഇവർക്കൊരു നർമ്മമായിട്ടാണ് ഫീൽ ചെയ്യണത്. ഇപ്പം പിന്നെ ലേറ്റ് ആയിട്ട് വരുമ്പോ അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. എനിക്കത് കൃത്യമായിട്ട് എടുത്ത് പറയാൻ ഒരു ഇൻസൾട്ടിങ് ഫോം അതിനകത്തുണ്ട്. കുലസ്ത്രീ മീൻസ് അല്ല, ഈ സ്ത്രീ ഭയങ്കര കൺട്രോളാണ്. അവര് ഭയങ്കരമായിട്ട് ഓവറായിട്ട് അവരുടെ അടുത്ത് സ്ട്രിക്റ്റ് ആണ്, അയാളുടെ അടുത്ത് സ്ട്രിക്റ്റ് ആണ്. അതിൽ കൂടെ അയാൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, പിന്നെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അയാൾ ഇറങ്ങി പോകുമ്പം ഒരു 100 ക്വസ്റ്റ്യൻ ചോദിക്കും, അവരിറങ്ങി പോകുമ്പം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇങ്ങനെ കുറേ അധികം കണ്ടന്റായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, വൈഫിനെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ റീസെന്റ്ലി ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അവർ തമ്മിൽ പിരിഞ്ഞു എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടി ഒരു ന്യൂസ് പറയുന്നുണ്ട്, എന്നെ ഇത്രയും കാലം ഒരു മണി മേക്കിംഗ് മെഷീനായിട്ട് പുള്ളി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ആൻഡ് എൻ്റെ ഡിഗ്നിറ്റിയെ പോലും പുള്ളി അത് എടുത്ത് വെച്ച് കച്ചവടമാക്കിയിരുന്നു. എനിക്കത് റിയലൈസ് ആയപ്പം ഐ സ്റ്റെപ്പ് ഔട്ട് എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ സലാമ ഒരു റോൾ മോഡലായിരുന്നു ദുബായിലുള്ള പെണ്ണുങ്ങൾക്ക്. നീ എന്തോ മറുമറിയണേ? അവര് സെപ്പറേറ്റ് ആയ വിവരം അതിനെ അറിയില്ലെന്നാ പറഞ്ഞേ. പക്ഷെ അത് ഞാനും ഷോക്കിംഗ് ആയിരുന്നു. കാരണം അത്രയ്ക്ക് ഇവര് നമ്മുടെ കേരളത്തിലൊക്കെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫേമസ് ആണ്. സലാമയും വന്നിട്ടുണ്ട്. അപ്പൊ നല്ല ജോഡികളാണ്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയി, ആ സെപ്പറേഷന് ശേഷം ഇങ്ങനെ ഒരു കാര്യം പറയുന്ന കേട്ടപ്പോൾ റിയലി ഷോക്കിംഗ് ആയിരുന്നു. അപ്പം പല വീടുകളിലും നടക്കുന്ന ഒരു കോമഡിയും കൂടെ ഇതിനകത്ത് ബേസ് ചെയ്ത് പറയുന്നതാണ്. നമ്മളുടെ പാർട്ട്ണറെ 100% റെസ്പെക്റ്റ് ചെയ്യണം. അത് ഇത്തരം നമ്മളൊരു പട്ടി ഷോ കാണിക്കാനാണെങ്കിൽ പോലും ഇതിനകത്തോടെ അവർക്കൊരു ഇൻകം ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും തൻ്റെ ഭാര്യയെ റെഗുലറായി ഡീഗ്രേഡ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഖാലിദിന് നഷ്ടപ്പെട്ടത് സലാമയാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ആ പെണ്ണ് സലാമ ഡിവോഴ്സിന് ശേഷം കൊടുത്ത ഇന്റർവ്യൂവിൽ വ്യക്തമായി പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ യൂസ് ചെയ്യുകയായിരുന്നു, ഇതുവരെ മണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡിഗ്നിറ്റിക്കോ എൻ്റെ ഇതിനോ ഒന്നും ഒരു വാല്യൂ കൊടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നിയപ്പോഴത്തേക്കാണ് ഞാൻ പുറത്തേക്ക് വന്നത് എന്നാണ് ആ പെണ്ണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവൾക്ക് ബോധ്യപ്പെട്ടു, ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ മോശമായി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇൻഡിപെൻഡന്റ് ആയ പെൺകുച്ചി. അത്രയും ഏർണിങ്സ് ഒക്കെ അവർക്ക് ഉണ്ടാവുമായിരിക്കും. അവര് ഇൻഡിപെൻഡന്റ് ആണ്. ഇതിനാക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. He is just continuing with his content. So that means in somehow true as well. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇതിന്റെ കൂടെ അനുബന്ധമായിട്ട് പറയുന്നത്, ഞാൻ എപ്പോഴും ഓഫീസ് പോകും, ഓഫീസിൽ നിന്ന് നേരെ വീട്ടിൽ വരും, വീട്ടിൽ നിന്ന് ഓഫീസ് അങ്ങനെ പോകും. ഒരു ദിവസം പോലും എനിക്ക് വീഡിയോ ഇടാതിരിക്കാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഉള്ളൊരു അവസരം എനിക്കില്ല. ഓൾവേസ് ഞാൻ ഇതിൻ്റെ പുറകിലായിരിക്കും. അപ്പോൾ അവൾക്ക് അവളുടെ നോർമൽ ലൈഫ് മിസ്സപ്പ് ആകുന്നു, ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് അതിൽ കൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടാണ് റിയാലിറ്റി. ഒന്നാമത്തെ റിയാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ എന്താണോ ചാനലുകളിൽ കാണുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹസ്ബൻഡ് വൈഫുകൾ കാണിക്കുന്ന കുറേയധികം പേക്കൂത്ത് കണ്ടിട്ട് ചില കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവും. കണ്ടോ, അവർ തമ്മിൽ എന്തോ ഭയങ്കര സ്നേഹമാ. ഇത് ഈ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇത് ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമാണെന്നുള്ളതാണ് ഈ ഒരു ഫാമിലിയുടെ ഈ ഒരു തകർച്ച കാണുമ്പോൾ എനിക്ക് മനസ്സിലായത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ കണ്ടന്റിൽ കാണിക്കുന്ന ഒരു സക്സസ് അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ദിവസം പോലും അവർക്കൊന്ന് വേറൊന്ന് മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഉള്ള അവസരമില്ല എന്നുള്ളതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ഈകഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ജോക്ക് അടിക്കാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ വളരെ വലിയ ഇതൊന്നും കൊടുക്കാതെ പറയുന്ന ഒരു സാധാരണ തമാശയായിരിക്കാം, പക്ഷെ അത് ഇൻ ഡെപ്തിൽ ചിലരെ വേദനിപ്പിക്കും. ഗ്രാജുവലി ആ വേദന ഫ്രസ്ട്രേഷനിലേക്ക് കൊണ്ടുവരും. ആ ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ കുടുംബം തകർക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് സലാമ ദമ്പതികളുടെ, അതായത് സലാമ ഖാലിദ് ദമ്പതികളുടെ ഇടയിൽ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായത്. സീരിയസ്ലി എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സെപ്പറേഷനാണ് അവർക്കിടയിലുള്ളത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഇസ്ലാം മതം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്, സ്ട്രിക്റ്റ് ആണ്. ഇതുപോലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ കിടന്ന് ബഹളം വയ്ക്കാനൊന്നും ഒരിക്കലും, പ്രത്യേകിച്ച് ദുബായിൽ അത് അലൗഡ് അല്ല. പിന്നെ ദുബായ് ഷെയ്ഖിൻ്റെ മകളൊക്കെ കുറച്ചുകൂടെ ഫ്രീഡം ഒക്കെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ പോലും കുറേ റെസ്ട്രിക്ഷൻസ് സ്ത്രീകൾക്ക് ഉണ്ട് തന്നെയാണ്. അതെപ്പോഴും അവരുടെ നാട്ടിൽ അതുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് സലാമ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ കണ്ടന്റ് ഇതൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് നല്ല ഫ്രീഡം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ കടക്കൽ കത്തി വെച്ചതുപോലെയാണ് അവരുടെ ആ സെപ്പറേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സോ ദാറ്റ്സ് മൈ എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഇട്ടാൽ മതിയാവും. പിന്നെ നമ്മുടെ കേരളത്തിലെ കാര്യം വ്യത്യസ്തമൊന്നുമല്ല, ഇത് സ്ഥിരമായിട്ട് തന്നെയാണ്. ഇവിടെ കുറേ അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഫാമിലി, അതായത് ഹസ്ബൻഡ് വൈഫും കൂടെ ചേർന്നിട്ടുള്ള കുറേ പേക്കൂത്തുകളുണ്ട്. അതിലെല്ലാം തന്നെ മെയിനായിട്ട് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ട്ണറെ ഇകഴ്ത്തിക്കൊണ്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടും ഒക്കെ ഉള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ റെഗുലർലി കാണുന്ന ഒരു കാര്യമാണ്. ഒരു അല്പം പോലും ആത്മാർത്ഥത പാർട്ട്ണറോടുണ്ടെങ്കിൽ തങ്ങളെ തന്നെ ഒരു കച്ചവട ചിറക്കാക്കത്തില്ല. അത്യാവശ്യം വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം, അതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഈ ബൈജു എന്ന് പറയുന്ന ഒത്തിരി മില്യൺ സബ്സ്ക്രൈബറുള്ള അയാൾ മാത്രം വൈഫിനെ അങ്ങനെ മോശപ്പെടുത്തി ഇതുവരെയും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു അത് അമ്മയുടെ ഉദ്ദേശം അതെ അതാണ് പ്രശ്നം. നമ്മളിപ്പം ഒരു തമാശയൊക്കെ നമുക്ക് പറയാം, അതൊരു ജോക്കല്ലേ, നർമ്മമല്ലേ, അതൊക്കെ ഒരു സീരിയസ് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തമാശയാകാം, പക്ഷെ അതിൽ ഒരു ഡീഗ്രേഡിങ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വൈഫ് ശല്യം അവര് തമ്മിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയണത് പബ്ലിക്കിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. എക്സാക്ട്ലി. അത് മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അത് തമാശയല്ല. അത് മാത്രമല്ല, അത് ഒരുപാട് ഹേർട്ട് ചെയ്യും. പിന്നീട് അപ്പോഴൊന്നും അവർ പറയത്തില്ല, പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ഇവർ പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ പേഴ്സണൽ ലൈഫ് തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുത്ത് ഈ ബഷീർ പശി ലെവലിലൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും മാന്യത. ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഇതുപോലുള്ള ഒറ്റപ്പെടലുകളായിരിക്കാം. മേ ബി ഇനിയിപ്പം സലാമയ്ക്ക് മറ്റൊരു പാർട്ട്ണറെ കിട്ടും, ആൻഡ് ഓഫ് കോഴ്സ് ഖാലിദിന് മറ്റൊരു പാർട്ട്ണറെ കിട്ടും. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കും, ഇവർ രണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്നതായിരിക്കില്ലേ സന്തോഷം. അങ്ങനെ തന്നെ ആകുമെന്നാണ് പ്രതീക്ഷ. അവർ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. ഇതിന് കാരണം മെയിനായിട്ട് ഈ ഫ്യൂച്ചറിനെ പറ്റി ഒരു പ്ലാൻ ഇല്ലായ്മ, ഫ്യൂച്ചറിനോട് അല്ലെങ്കിൽ പാർട്ട്ണറോട് കാണിച്ച ഒരു പുച്ഛം, അല്ലെങ്കിൽ അവരോട് കാണിച്ച ഒരു ഇത് തന്നെയാണ്, അത് കെയർ ഇല്ലായ്മ തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അത് ഖാലിദൊന്നും പറയുന്നില്ല, പക്ഷെ സലാമ പറയുന്നുണ്ട്, എന്നെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ഔട്ട് ആയതെന്ന് പറയുന്നുണ്ട്. അപ്പം എത്രത്തോളം തീരുമാനിച്ചെന്നിട്ട് ഖാലിദ് പക്ഷെ ടെൻസ്ഡ് ആണ്. പുള്ളിക്കാരൻ അത് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയണത് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഐ ആം അലോൺ, ഐ ലോസ്റ്റ് ഹേർ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷെ അവൾ പറയുന്നത് ഞാൻ ഫ്രീ ആയി എന്നാണ്. പക്ഷെ അവരുടെ കണ്ടന്റിൽ നാളിതുവരെ ഉണ്ടായിരുന്നതിൽ ഖാലിദ് എന്തോ ഒരു പൂട്ടിനകത്തായിരുന്നെന്നും, ഖാലിദ് അതായത് ആണാള് അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നും
ആൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നെന്നും സ്ത്രീ സ്വതന്ത്രയായിരുന്നു എന്നുമാണ് നോർമലി അവരുടെ ഒരു കണ്ടന്റ് മുഴുക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ സെപ്പറേറ്റ് ആയപ്പോഴത്തേക്ക് പബ്ലിക് ലൈഫിൽ, അതായത് കുറേ അധികം വീഡിയോസിലൊക്കെ വന്നിരുന്നതുകൊണ്ട് രണ്ടുപേരൂടെ പറയുന്നതിൽ കാലി തൊറ്റപ്പെട്ടു, ഒരു കൂട്ടിനകത്തായി, അതേസമയം സലാമ രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പോൾ റിയാലിറ്റിയും റീലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.